കാരം ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനിയും പറഞ്ഞില്ലെങ്കിൽ സത്യം പറയാമല്ല എൻ്റെ ഉള്ളിൽ തന്നെ ആ സാധനം കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വലിയ ഒരു എന്താ പറയുക ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു തെറ്റുകാരനായി മാറും. അതിനേക്കാൾ നല്ലത് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ പലരും ഇങ്ങനെ കമൻറ്റിൽ വന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവിടെ മറുപടി ഞാൻ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരായി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ. അപ്പം അത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാനിങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് റോങ് ഇൻറ്റൻഷനോട് പറഞ്ഞതല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതായത് പെണ്ണ് വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു, അവരൊക്കെ കണ്ട് എല്ലാം ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ എൻ്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമാണിക്യത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എൻ്റെ തലയിലും. അതെപ്പോഴോ പെട്ടെന്ന് ഇങ്ങനെ തോർത്തുമുണ്ട് മുറക്കി തോർത്തുമുണ്ട് പിടിച്ച് നമ്മൾ ഈ കച്ചവടം ഉറപ്പിച്ചത്. അതോ എന്താ പറയുക അല്ല ഒരു സീനുണ്ടല്ലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ അരുണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ വീഡിയോ ഞാൻ ഒട്ടുമിക്ക വീഡിയോസുകളും കാണുന്നതാണ്. ഇവരുടെ പഴയത് മുതൽ തന്നെ പഴയ കാലഘട്ടം മുതൽ തന്നെ ഇടുന്ന ആ ഒരു വീഡിയോസുകൾ, ഇവർ കുടിൽ നിന്ന് വന്ന ആ ഒരു ഇതും ഇപ്പോൾ പുതിയ വീട് വെച്ചതിൻ്റെതും അതെല്ലാം ഇവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ എന്താ പറയുക കോമഡി ആയിട്ടുള്ള വീഡിയോസുകളാണ് ഇവരുടെ കൂടുതലും. അപ്പോൾ അങ്ങനെ ആ വീഡിയോസുകൾ എല്ലാം ഇവരുടെ കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ അരുൺ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ എന്താ പറയുക എയറിലായിരിക്കുന്നത്. ഈ എന്താ പറയുക ഈ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്നവരിൽ ചുരുക്കം ഒരാളാണ് അരുണും. ഒരു എന്താ പറയുക ഒരു കുറ്റങ്ങൾക്കോ ഒരു കുറവുകൾക്കോ ഒന്നും ഇടവരുത്തിയിട്ടില്ല അരുൺ ഇതുവരെ. അരുണും ഫാമിലിയും, അരുണും പെങ്ങളും അമ്മയും അച്ഛനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോസുകളാണ് അവർ കൂടുതലായിട്ട് ഇടാറുള്ളത്. അപ്പോൾ അവർ ഇതുവരെ എന്താണ് പബ്ലിക്കിന് മുമ്പിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജുകൾ കൊടുക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഇതായിട്ട് പറയുക, തെറ്റായിട്ട് കാണിക്കാൻ മാത്രം ഒന്നും അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കല്യാണം ഞങ്ങൾ കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ പേരിൽ ഇപ്പോൾ അരുൺ എയറിൽ കയറിയിരിക്കുകയാണ്. അതാണ് സോഷ്യൽ മീഡിയ. നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ അതെടുത്ത് അത്രയും നാൾ പോസിറ്റീവ് പറഞ്ഞവർ ഈ ഒരു വാക്കിൻ്റെ പുറത്താണ് നെഗറ്റീവ് പറയുന്നത്. എനിക്ക് അതിൽ വലിയൊരു ഇതായിട്ട് തോന്നില്ല. പക്ഷെ ആ പറഞ്ഞ വാക്ക് തെറ്റ് തന്നെയാണ്, അത് ന്യായീകരിക്കുകയല്ല. എങ്കിലും അതറിയാതെ അവൻ പറഞ്ഞു പോയതാണ്, മനഃപൂർവ്വം ഒരു എന്താ പറയുക ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഇപ്പം കാഷ്വലായിട്ട് നമ്മളൊരു കാര്യം പറയില്ല, അതിൻ്റെ ഇതിൽ അങ്ങനെ പറഞ്ഞതാണ്. അത് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു, അത് ഭയങ്കര വൈറലാവുകയും ചെയ്തു. ഓരോരുത്തരും എടുത്തിട്ടിട്ട് ഇപ്പം സത്യം പറഞ്ഞ അരുൺ എയറിലാണെന്ന് തന്നെ പറയാം. അവനെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല അത് പറഞ്ഞത്. എന്തായാലും എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. നല്ല 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി നോക്കി. അതിൽ 30 ചെമ്പ് ബിരിയാണി ഞാനത് കേട്ടത് മുക്കാച്ചെമ്പെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. അല്ല, അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, അതല്ല എങ്കിൽ എന്താ ഇപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ എന്താ പറയുക ഒരുപാട് പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും, പൊളൈറ്റല്ലാതെ സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വലിയൊരു തെറ്റുകാരനാണ്. ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടി എടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് എന്നതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ശരിക്കും ഇങ്ങനെ വല്ലതാണ് അവിടെ കവി കണ്ട ഒരു കാഴ്ച, പ്രകൃതി ഭംഗി, ഒരു 4 വരി കവിത ചുമ്മാ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചുമ്മാ വായിക്കാൻ വേണ്ടി ഒരു കവിത അങ്ങ് എഴുതി വെച്ച്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പുറത്ത് പുതിയൊരു വ്യക്തി, അത് വ്യത്യസ്ത ചിന്താഗതിയുള്ള ഒരാൾ അതിനെ വേറെ രീതിക്ക് വ്യാഖ്യാനിച്ചപ്പോൾ അതിന് ഇങ്ങനെ ഒരു അർത്ഥം കിട്ടി. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ വായും പൊളന്നിങ്ങനെ നോക്കി, അപ്പോൾ ഇതിന് ഇങ്ങനെയും ഒരു അർത്ഥം ഉണ്ടായിരുന്നല്ലേ എന്ന രീതിയിൽ ചിന്തിച്ച്. അപ്പം ഒരാൾ നല്ല ഉദ്ദേശത്തോടു കൂടി പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം വേറൊരാൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് വേറെ രീതിയിലാവും. ഓക്കെ, ഞാൻ പറഞ്ഞതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിപ്പോയി, ഞാൻ ആ ഒരു സാരാംശമേ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. വളരെ നല്ല ഉദ്ദേശത്തോടെ ഞാൻ ഒരു സന്തോഷത്തിൽ കല്യാണമല്ലേ, എന്തായാലും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ കല്യാണം മുടക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശമില്ല. ഇത് നടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. എൻ്റെ രായമാണിക്കൻ്റെ തലയിൽ കയറി പോയി, രായമാണിക്കം കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇവിടെ അത് പോട്ടെ, അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം പോട്ട്. അപ്പം ഈ പറയുന്ന നിങ്ങൾ തന്നെ കുറേ പേര് പറഞ്ഞു ബന്ധുക്കൾ ഇതെല്ലാം തമാശയായിട്ട് എടുക്കത്തില്ല, അവർ പുതിയ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞു. ഈ വീഡിയോ ആയിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം തന്നെ അല്ലെങ്കിൽ 20 മിനിറ്റിനകം തന്നെ ആ പെൺകുട്ടി എന്നെ വിളിച്ച് സംസാരിച്ചു, അത് കണ്ടു. എന്നിട്ട് ആദ്യം തന്നെ കണ്ടോ എല്ലാവരും എന്നെ വളരെ സിമ്പിൾ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞു കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ട് അരുൺ ചേട്ടൻ ആൾക്കാർ ഇങ്ങനെ മോശം
പറയുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കെന്ത് തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല, ചേട്ടൻ അത് ക്യാഷ്വലി ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ടോക്കിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി നിൻ്റെ വീട്ടുകാർ ഇത് കണ്ടായിരുന്നു, അവർ കണ്ട് അങ്ങനെ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, അവർക്കത് ചിരിച്ച് എൻജോയ് ചെയ്ത് അവർ ആ ഒരു സെൻസിലാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അത്രേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇൻറ്റൻഷ്യലി ഞാനിപ്പോൾ അവർ മറ്റേ കഴിച്ചതിൻ്റെയൊക്കെ തൂക്കം എടുത്തിട്ട് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് എച്ച് കണക്ക് പറഞ്ഞതല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾ എന്നെ ഇത്രയും കാലം കാണുന്നതാണ്, നിങ്ങൾ എൻ്റെ നല്ല വശങ്ങൾ മോശം വശങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പല ഭാവങ്ങൾ പല എക്സ്പ്രഷൻ അങ്ങനെ എല്ലാ രീതിയിലും എന്നെ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് ഞാനിങ്ങനെ അഹങ്കാരം പിടിച്ച് അല്ലെങ്കിൽ ഒരു മോശം വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വളർന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു മോശം ഒരു മൃഗമായിട്ട് മാറി നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നിയാൽ? അങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണ് അവരോട് പറഞ്ഞതുപോലെ തന്നെ അവരെ ഇതാക്കാൻ വേണ്ടിയിട്ടോ അവർ കഴിച്ച ഭക്ഷണത്തിന് കുറ്റം പറയാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇതാണ് സമൂഹം എന്ന് പറയുന്നത്. നമ്മുടെ വായന നമ്മൾ ആ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടായില്ല, പക്ഷെ അവരത് വേറൊരു ഇതിലാണ് കാണുന്നത്. അതാണ് സമൂഹത്തിലെ ആൾക്കാർ. നമ്മൾ എന്തെങ്കിലും നമ്മുടെ മുഖവ്യത്യാസങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മളത് ഉദ്ദേശിച്ചിട്ടൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും ഇതിൽ നമ്മൾ കാഷ്വലായിട്ട് പറയുന്ന വാക്കുകളായിരിക്കും. അതാണ് ഓരോരുത്തർ വലിയൊരു സംഭവമാക്കിയിട്ട് എടുക്കുന്നത്. അരുൺ പറഞ്ഞ 100% സത്യം കേട്ടോ. നമുക്ക് എന്താ പറയുക, നമ്മുടെ വായന എന്തെങ്കിലും വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് ആൾക്കാർ. ശരിയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല നമ്മളുടെ കേൾക്കുന്ന മറ്റുള്ളവരത് ഉദ്ദേശിക്കുന്നത്, അവരതൊരു വേറെ അർത്ഥത്തിലായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ഒരു പ്രശ്നക്കാരനും അല്ല. ഇവർ എന്താ പറയുക സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബം ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ആങ്ങളെയാണെങ്കിലും പെങ്ങളാണെങ്കിലും നല്ല ഹാപ്പി ആയിട്ട് അച്ഛനും അമ്മയും അവരുടെയൊക്കെ ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. അവർ ഇല്ലായ്മയിൽ നിന്ന് വന്നൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഞാനും കുറേ വീഡിയോസുകളൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പിള്ളേരെല്ലാം അവരുടെ കോമഡി കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു സംഭവമാക്കി എടുക്കണ്ടെന്നാണ് എനിക്ക് ഒരു ഇതിൽ പറയാനുള്ളത്. അവർ കാഷ്വലായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ അവൻ തന്നെ പറയുന്നത് കണ്ടില്ലേ, വീട്ടുകാർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, അതുപോലെ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾക്കും പ്രശ്നമില്ല, അവളുടെ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കാർക്കും ആർക്കും ഒരു പ്രശ്നവുമില്ല, അവർ കാഷ്വലായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറേ പേരാണ് അത് വലിയൊരു സംഭവമാക്കി എടുത്തിട്ട് അതങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അതിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞിട്ട് വലിയൊരു സംഭവമാക്കിയിട്ട് എടുത്തിരിക്കുന്നത്. എന്തായാലും അരുൺ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കത് കേട്ട് നോക്കൂ. അപ്പോൾ ഞാൻ മനഃപൂർവ്വം ആരെയും ബഹുമാനം കുറച്ചോ അല്ലെങ്കിൽ അവരെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളും അല്ല. അപ്പം എനിക്ക് എൻ്റെ ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഇനി വരുന്ന എൻ്റെ ഫ്യൂച്ചർ ഫാമിലി. എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്, ഇതൊരു കച്ചവടമല്ല എന്നും ഇതൊരു ചടങ്ങല്ല എന്നും ഇത് പുതിയ ബന്ധങ്ങളാണെന്നും ഇത് പുതിയ ജീവിതമാണ് എന്നുള്ളതിന് വ്യക്തമായി എനിക്ക് ബോധ്യമുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ ഒരുപക്ഷെ പറയേണ്ടിയിരുന്നതും ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്നു, ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ കല്യാണം അങ്ങ് ഉറപ്പിച്ചു എന്ന് വേണം പറയേണ്ടിയിരുന്നത്. വിവാഹം പോലത്തെ ഒരു മംഗളമായ ഒരു പവിത്രമായ ഒരു കാര്യത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. എൻ്റെ മണിക്കം സംഭവിച്ചു പോയി, എന്ത് ചെയ്യാം? അങ്ങനെ മിസ്റ്റേക്ക് ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കാര്യം ഞാൻ ഏകദേശം വീഡിയോ 2-3 മണിക്കൂറിന് ശേഷം ഞാൻ ഈ സംഭവം അറിയുന്നുണ്ട്. അപ്പം എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് ആ ഒരു പോർഷനായിട്ട് കട്ട് ചെയ്ത് കളയാമായിരുന്നു, അവിടെ വെച്ച് എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമായിരുന്നു. പക്ഷേ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അത് കയറി പറ്റിയ ഒരു സാധനം നിങ്ങളുടെ മനസ്സിൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴും ആ പോർഷൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ നേരിട്ട് പറയുന്നതായിരിക്കും ഒരുപക്ഷേ ശരി. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. എനിക്ക് ആ ഒരു തെറ്റിദ്ധാരണ വെച്ച് ഇനി വീണ്ടും നമ്മൾ കാണേണ്ടവരാണ്. അപ്പം ആ ഒരു തെറ്റിദ്ധാരണ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് പറയാം. ഇത്രയും കാലത്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വളർച്ചയിൽ എൻ്റെ കഷ്ടപ്പാടിൽ ഈ പറഞ്ഞ ബഹുമാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ മര്യാദ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ വാക്ക് മാത്രമല്ല, അത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ശീലമാണ് കേട്ടോ. അപ്പോൾ അത് എനിക്കങ്ങനെ മോശം ഇൻറ്റൻഷനോട് കൂടി ഒരു കാര്യം പറഞ്ഞത് കളയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമാശ എന്ന് പറയുന്നത് എല്ലാവരും അത് തമാശയായിട്ട് എടുക്കണമെന്നില്ല. അത് ശരിയാണ്, ഞാൻ യോജിക്കുന്നു. തമാശ എന്ന് പറയുന്നത് പറയുന്ന ആൾ മാത്രം എൻജോയ് ചെയ്യേണ്ട ഒന്നല്ല, കേൾക്കുന്നവനും എൻജോയ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. തെറ്റുണ്ടെങ്കിൽ അത് അവനക്ക് ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അത് ഡിലീറ്റ് ചെയ്യാതെ അത് അവിടെ തന്നെ വെച്ചു. എന്നിട്ട് ക്ലാരിഫിക്കേഷനുമായിട്ടാണ് വന്നത്. അതാണ് ആൺകുട്ടി. അപ്പോൾ അവൻ്റെ തെറ്റ് അവൻ മനസ്സിലാക്കി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി. അല്ലാതെ നമ്മളെന്തെങ്കിലും ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പറഞ്ഞിട്ട് വേറൊരു ഇതാക്കിയിട്ട് അവൻ വന്നില്ല. അവൻ പറഞ്ഞത് അത് തെറ്റാണ്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് മനസ്സിലാക്കി ആ ഒരു ഇതിലോട്ട് വന്നത് തന്നെ ഏറ്റവും നല്ലൊരു ഇതാണ്. ഇപ്പോൾ ഈ ഒരു ചെറുപ്പക്കാർക്ക് എടുത്തുചാട്ടം കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഈ കുറ്റം പറഞ്ഞവരെ ഒന്നും നെഗറ്റീവ് അല്ലെങ്കിൽ അവർ പറഞ്ഞത് അവർ ആ ഒരു കണ്ണുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രശ്നമാക്കാതെ ആ ചെറുപ്പക്കാരൻ നല്ല രീതിക്ക് അത് മനസ്സിലാക്കി ഇത് തെറ്റ് തിരുത്താൻ കാണിച്ച ആ ഒരു മനസ്സ് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ.
നല്ല ബന്ധങ്ങൾക്കിടയിൽ അവിടെ ബഹുമാനം ഉണ്ടാവും, അവിടെ തമാശകൾക്ക് സ്ഥാനം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് പല രീതിയിൽ അവനെ പല രീതിയിൽ കളിയാക്കും, അവൻ ചിലപ്പോൾ എന്നെ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം എന്താ മൈത്രയ എന്നൊക്കെ രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അത് ഏറ്റവും അടുത്ത സുഹൃത്താകുമ്പോഴത്തേക്ക് അവനത് കണക്ട് ആവും, അവൻ്റെ അടുത്ത് ആ രീതിക്ക് നമുക്ക് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അകലെയുള്ള ഒരു ഹായ് ബൈ ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താ മൈത്രയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അടിച്ച് കവാലം റൊട്ടിയാക്കിയിട്ട് പോകും. കാരണം അവിടെ അത് അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സൗഹൃദമാണ്, ഇവിടെ നല്ല രീതിക്ക് പോകുന്ന ബന്ധമാണ്, അവിടെ ഒരു ബഹുമാനം റെസ്പെക്റ്റും എല്ലാം ഉണ്ട് താനും. എന്നാൽ ഈ പറഞ്ഞ ഈ തമാശയ്ക്കും ഇവിടെ വാല്യൂ കൊടുക്കുന്നത്, അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നം വരുന്നില്ല. അപ്പം നല്ല ബന്ധങ്ങൾക്കിടയിൽ നല്ല ബഹുമാനം ഉണ്ടാവും, നല്ല തമാശകൾക്ക് സ്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാനിപ്പം ഫ്രണ്ട്സ് പോലെ എല്ലാ ഫാമിലിയിൽ നിന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പോലെ പറഞ്ഞാണ് കേട്ടോ. പിന്നെ മനുഷ്യന്മാരല്ലേ, നമുക്ക് ഈ പറഞ്ഞ ടങ് സ്ലിപ്പും കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്നതല്ലേ. ഇപ്പോൾ എനിക്ക് സംഭവിക്കും, നിങ്ങൾക്ക് സംഭവിക്കും, എനിക്ക് പക്ഷേ സംഭവിച്ചത് ഒരു പോക്കായി പോയി എന്നുള്ളത് മാത്രം. ഓക്കെ, അതെല്ലാം വിട്. ഇനി ഞാൻ എൻ്റെ സംസാരം കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇനി എന്തായാലും എനിക്ക് വയ്യ ഇങ്ങനെയുള്ള വള്ളികളൊന്നും ചെന്ന് പിടിക്കാം. കാര്യം ഇതിന് മുമ്പ് ഇതുപോലത്തെ വള്ളി ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഇതുപോലത്തെ മോശം വിമർശനങ്ങൾ എനിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇരുട്ടത്തോടെ ഇങ്ങനെ വരെയാണ്. അപ്പോഴത്തേക്ക് 1-2 ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെ പെട്ടെന്ന് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ അടിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇരുട്ടുന്ന പെട്ടെന്ന് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മങ്ങത്തില്ല, കണ്ണ് ചിമ്മത്തില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചിമ്മിട്ട് ഞാൻ നോക്കിയിട്ട് ജസ്റ്റ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആൾക്കാരെല്ലാം പറഞ്ഞു, ചെറുക്കം അടിച്ച് കിണ്ടിയായിട്ട് ലെവലില്ലാതെ പോകുന്നത്, അതാണ് എന്താ ഇങ്ങനെ മന്ദാരത്തിൽ അങ്ങ് പോകുന്നത്. ശരിക്കും ഇതൊന്നും അല്ല സംഭവിച്ചത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടത്ത് പെട്ടെന്ന് എൻ്റെ മുഖത്ത് ലൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് നോക്കാൻ പറ്റാത്ത രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ആയതാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞാൻ വെള്ളം അടിച്ച് കിണ്ടിയായിട്ടാണ്, അതുകൊണ്ടാണ് അവൻ ജാടായിട്ട് അഹങ്കാരമായിട്ട് അവർക്ക് സംസാരിക്കാതെ പോയി എന്നൊക്കെ പറഞ്ഞു. അത് ഞാനെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിരിക്കുകയാണ്. ഞാനിപ്പോൾ ആരെ ബോധ്യപ്പെടുത്താൻ, ഇപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് എൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നിങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും? ഇല്ല. പക്ഷേ അന്ന് എൻ്റെ കൂടെ എൻ്റെ അമ്മയും സഹോദരി ഉണ്ടായിരുന്നു, അവർക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അതുപോലത്തെ വള്ളിയിൽ ഞാൻ പിന്നെ റിയാക്ട് ചെയ്യാനോ അതിന് മറുപടി തരാനോ പോയില്ല. ഓക്കെ, നിങ്ങൾ എന്താ വിചാരിച്ചിട്ട് പോകും. ഇത് ഞാൻ ഒന്നും പറയേണ്ടെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. എന്നാലും പക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് ഞാൻ ഒരു കരടായിട്ട് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പം എനിക്ക് നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരാളല്ല, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോശം ആളെ അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം എനിക്കുള്ളത് കൊണ്ട്. അതാണ്. അപ്പോൾ തെറ്റ് സംഭവിച്ചു, അവൻ അത് ഏറ്റു പറഞ്ഞു. അതാണ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നത് അത് ശരിയാണ്. നമ്മൾ വേറൊരാളുടെ അടുത്ത് നമ്മളിങ്ങനെ ഒരു വാക്കുകൾ പറയുമ്പോൾ അവരത് വേറെ രീതിക്കായിരിക്കും എടുക്കുന്നത്. അതാ നമ്മുടെ ചെറിയ കുറവുകൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഇതുവരെയും ഒരു മോശപ്പെട്ട രീതിയിൽ ഒരു ഇതും അവരുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു നല്ലൊരു കാര്യം നടക്കാൻ പോകുന്ന സമയത്ത് അവൻ അറിയാതെ ആ രാജമണിക്ക് സിനിമേൻ്റെ ആ ഒരു ഇതിൽ ആ കോമഡി ആലോചിച്ച് ആ ഒരു ഇതിൽ അവൻ പറഞ്ഞു പോയതാണ്. അത് വലിയൊരു ഇഷ്യൂ ആക്കി എടുത്ത് വലിയൊരു പ്രശ്നമായി. അതങ്ങനെ എന്താ പറയുക, വലിയൊരു സംഭവമൊക്കെ എടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ മൊത്തം. അപ്പോൾ എന്തായാലും ഇത് എക്സ്പ്ലനേഷനായിട്ട് വന്നത് ഏറ്റവും നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിനെക്കുറിച്ച്, ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണെന്ന് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞതല്ല, അറിയാതെ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. അത് പുള്ളിക്കാരൻ മനസ്സിലാക്കുകയും ചെയ്തു. അത് മനസ്സിലാക്കി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഉള്ള പോർഷൻ അവൻ വെട്ടിക്കളി, അവൻ അല്ലെങ്കിൽ അത് അവർ ആ കഴിച്ചതിൻ്റെ ഇതിൽ കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അവനക്കത് വെട്ടിക്കളഞ്ഞിട്ട് അവരെ സേഫ് ആക്കാമായിരുന്നു. അവൻ അതൊന്നും ചെയ്യാതെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.